പ്രിയമുള്ളവരെ, നമ്മളെ ഏറെ ആകർഷിക്കുന്ന ഒരു വിഷയമാണല്ലോ കുടുംബം. കുടുംബത്തെപ്പറ്റി ഏറെ സംസാരിക്കുന്നവരാണ് നമ്മൾ. കുടുംബത്തെപ്പറ്റി അഭിമാനം കൊള്ളുന്നവരുമാണ്. നമ്മളൊക്കെ കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ്. നമ്മൾ എന്തായിരിക്കുന്നുവോ അത് നമ്മുടെ കുടുംബത്താലാണ്. കുടുംബത്തെപ്പറ്റി സഭാ നേതൃത്വവും ലോക നേതൃത്വവും ഒക്കെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് കുടുംബത്തെപ്പറ്റി ആഴമേറിയ ദർശനങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് പരിശുദ്ധ പിതാക്കന്മാരുടെ മാർപ്പാപ്പന്മാരുടെ പ്രബോധനങ്ങളിലൂടെയും കൗൺസിലൂടെയൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. കുടുംബം എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വത്തിക്കാൻ കൗൺസിൽ ഓർമ്മപ്പെടുത്തിയാണ് അത് ഗാർഹിക സഭയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഡൊമസ്റ്റിക് ചർച്ചാണ്. ജനതകളുടെ പ്രകാശം എന്ന് പറഞ്ഞ അപ്പസ്തോലിക പ്രബോധനത്തിൽ കുടുംബത്തെ വിശേഷിപ്പിക്കുന്ന അങ്ങനെയാണ്. കുടുംബത്തെപ്പറ്റി അടുത്ത കാലങ്ങളിൽ ആധുനിക കാലത്തെ മാർപ്പാപ്പന്മാരിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച മാർപ്പാപ്പ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയാണ്. 27 വർഷത്തെ നീണ്ട തൻ്റെ അപ്പസ്തോലിക ശുശ്രൂഷയിൽ ധാരാളം പ്രാവശ്യം അദ്ദേഹം കുടുംബത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് വെനസ്ഡേ ഓഡിയൻസുകളിൽ. മാത്രമല്ല, കുടുംബത്തെപ്പറ്റി അദ്ദേഹമാണ് ആദ്യമായിട്ടൊരു സിനഡ് വിളിച്ചു കൂട്ടുന്നത്. ആ സിനഡിൻ്റെ ചർച്ചകളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം പുറപ്പെടുവിച്ച ഒരു അപ്പസ്തോലിക പ്രബോധനം, അതിൻ്റെ പേര് കുടുംബം ഒരു കൂട്ടായ്മയെന്നാണ്. പരിശുദ്ധ പിതാവ് കുടുംബത്തെ വിശേഷിപ്പിക്കുന്ന കൂട്ടായ്മയെന്നാണ്. കമ്മ്യൂണിയൻ ഓഫ് പേഴ്സൺസ്. കുടുംബം സ്ഥാപിക്കുന്നതിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ്, വ്യക്തികളെ സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഏറ്റവും മനോഹരമായ ഒരു കൂട്ടായ്മ, സ്നേഹ കൂട്ടായ്മയാണ് കുടുംബം. വല്യപ്പച്ചൻ, വല്യമ്മച്ചി, അപ്പച്ചൻ, അമ്മച്ചി, മക്കൾ, സഹോദരങ്ങൾ അടങ്ങുന്ന കൂട്ടായ്മ. എന്തൊരു സ്നേഹം, എന്തൊരു ആഹ്ലാദം പരസ്പരം ഒരുമിച്ച് ജീവിക്കുമ്പോൾ. ഒപ്പം നമുക്കറിയാം, കുടുംബത്തെ പരിശുദ്ധ പിതാവ് അതേ അപ്പസ്തോലിക പ്രബോധനത്തിൽ വിശേഷിപ്പിക്കുന്നത് ടെമ്പിൾ ഓഫ് ഗോഡ് എന്നാണ്. ദേവാലയമാണ് ഓരോ കുടുംബവും. ദേവാലയങ്ങൾ നമുക്ക് പരിചിതമാണ്. നമ്മളൊക്കെ ഓരോ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്, ഇടവക ദേവാലയമായിട്ട്. നമ്മുടെ ഇടവക ദേവാലയങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം വിശുദ്ധ ബലിയർപ്പണമാണ്. ഈശോ ഒരിക്കൽ എന്നാൽ എന്നേക്കുമായി ഹെബ്രായ ലേഖനത്തിൽ വായിക്കുന്ന പോലെ നമുക്ക് വേണ്ടി കാൽവരിയിൽ അർപ്പിച്ച ബലിയുടെ അനുസ്മരണം, അനുഷ്ഠാനം, ആവർത്തനമാണ് ഓരോ വിശുദ്ധ ബലിയും. വിശുദ്ധ ബലി പുരോഹിതൻ അടയാളങ്ങളിലൂടെയാണ് നമുക്ക് വേണ്ടി അർപ്പിക്കുന്നത്, അപ്പവും വീഞ്ഞും വിനിയോഗിച്ച്. കുടുംബമാകുന്ന ദേവാലയത്തിലേക്ക് വരുമ്പോൾ, കുടുംബമാകുന്ന ദേവാലയത്തിൻ്റെ ബലിവേദിയിൽ മാതാപിതാക്കൾ, ഭാര്യയും ഭർത്താവും ബലിയർപ്പകരാണ്, പുരോഹിതരാണ്. അവർ ബലിയർപ്പിക്കുന്ന അടയാളങ്ങളിലൂടെയല്ല, തങ്ങളുടെ ജീവിത ബലിയർപ്പിക്കുന്നു. നമ്മുടെ പ്രായമേറിയ മാതാപിതാക്കൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, അവർ മക്കൾക്ക് വേണ്ടി, കുഞ്ഞുമക്കൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം മുഴുവൻ ബലിയർപ്പിച്ചവരാണല്ലോ എന്ന ചിന്ത. അതാണ് അവരുടെ മഹത്വം. മാത്രമല്ല, മറ്റ് ജീവിത തുറകൾ എന്ന പോലെ തന്നെ കുടുംബജീവിതത്തിലും അതിൻ്റെ ക്ലേശങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വിജയമുണ്ട്, പരാജയമുണ്ട്, രോഗങ്ങളുണ്ട്, നൊമ്പരങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്. ഇതൊക്കെ വരുമ്പോൾ നഷ്ടധൈര്യരാകാതെ സ്നേഹത്തോടെ പരസ്പരം മനസ്സിലാക്കി അതൊക്കെ സ്വീകരിച്ച് മുന്നേറുമ്പോൾ കുടുംബം ധന്യമായി തീരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളിലും ഒരു സഹനത്തിൻ്റെ ഒരു മാനമുണ്ട്, an aspect of sacrifice എല്ലാ കുടുംബങ്ങളിലും ഉണ്ട്. അത് കുടുംബത്തെ ധന്യമാക്കുകയാണ് ചെയ്യുന്നത്. ആ വിധത്തിലും കുടുംബം ദേവാലയം തന്നെയാണ്. കുടുംബത്തെ നമ്മുടെ സാഹിത്യകാരന്മാരും കവികളും കലാകാരന്മാരും ഒക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. സഭയും പഠിപ്പിക്കുകയാണ്, കുടുംബ വിദ്യാലയമാണ്, ആത്മവിദ്യാലയം. നമ്മുടെ വ്യക്തിത്വം നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണെന്ന് വിശുദ്ധ പൗലോസ്യ നമ്മെ പഠിപ്പിക്കും. ദൈവം കഴിഞ്ഞാൽ നമ്മുടെ അസ്തിത്വത്തിനും വ്യക്തിത്വത്തിനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് മാതാപിതാക്കളോടാണ്, സഹോദരങ്ങളോടാണ്, ചുറ്റുപാടുകളോടാണ്, നമ്മുടെ അയൽവാസികൾ, നമ്മൾ പഠിച്ചു വളർന്ന സ്കൂളുകൾ, ഗുരുഭൂതന്മാർ, വൈദികർ, സമർപ്പിതർ, കൂട്ടുകാർ, സഹപാഠികൾ, സഹപ്രവർത്തകർ, ഒത്തിരി പേരോട് കടപ്പെട്ടിരിക്കുന്നു. ഉത്കൃഷ്ടമായ മനുഷ്യത്വത്തെ വളർത്തിയെടുക്കുന്ന പഠന കളരിയാണ് കുടുംബം എന്നാണ് സഭ ആധുനിക ലോകത്തിൽ എന്ന പ്രമാണരേഖയിൽ വത്തിക്കാൻ കൗൺസിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്.
യഥാർത്ഥ വിശ്വാസം കുടുംബത്തിൽ നിന്നാണ് മക്കൾക്ക് ലഭിക്കുന്നത്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ മക്കളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, മക്കളെയും കൂട്ടി ദേവാലയങ്ങളിൽ ബലിയ പോകുന്ന മാതാപിതാക്കൾ വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരാണ്. യഥാർത്ഥ സ്നേഹം മക്കൾക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നാണ്, അപ്പച്ചനിൽ നിന്നും അമ്മച്ചിയിൽ നിന്നാണ്. അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുടുംബം മനോഹരമാണ് നമുക്കറിയാൻ സാധിക്കും. പ്രിയമുള്ളവരെ, കുടുംബത്തിനും വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 50 വർഷങ്ങൾക്ക് മുമ്പുള്ള കുടുംബജീവിതം അല്ലെ 10-60 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തേൽ നിന്ന് വളരെ വ്യത്യാസമായിരുന്നു. പഴയ കാലഘട്ടങ്ങളിലേക്ക് നോക്കുമ്പോൾ കുടുംബങ്ങളിൽ മക്കൾ കൂടുതലുണ്ട്. വല്യപ്പച്ചൻ കാണും, വല്യമ്മച്ചി കാണും, സഹോദരങ്ങൾ കാണും. ചില കുടുംബങ്ങളൊക്കെ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത്. മക്കളുടെ ആരവങ്ങളും ബഹളങ്ങളും ഒക്കെ കുടുംബത്തെ ജീവിതത്തിൽ ഒരു ഹരമായിരുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും അവർ ഒരുമിച്ച് പങ്കുചേരുമായിരുന്നു. അത് അവരുടെ സ്വഭാവത്തെ രൂപപ്പെടുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സന്തോഷ നിർഭരമായിരുന്നു കുടുംബങ്ങൾ. സാമ്പത്തിക ഞെരുക്കങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ കുടുംബങ്ങളിൽ ധാരാളം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കുടിയേറ്റത്തിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെയും. പക്ഷെ അതിൻ്റെയൊക്കെ നടുവിലും ഒരു സന്തോഷം കുടികൊള്ളുമായിരുന്നു. കാരണം ആ സങ്കടങ്ങൾ അവർ പങ്കുവച്ചിരുന്നു. സന്തോഷങ്ങൾ പങ്കുവെക്കുന്നത് പോലെ തന്നെ കുറവുകളെ അവരുടെ സ്നേഹം കൊണ്ട് അവർ പരിഹരിച്ചു പോരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ കഠിനമായി അധ്വാനിച്ച് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനോഭാവം പഴയ കുടുംബങ്ങളിലുണ്ടായിരുന്നു. തങ്ങൾക്കുള്ളതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന മനസ്സും ഉണ്ടായിരുന്നു. അയൽവക്കങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങൾ നിലനിന്നിരുന്നു. പല അവസരങ്ങളിലൊക്കെ അയൽവക്കങ്ങളിലൊക്കെ കയറി ഇറങ്ങി സന്തോഷങ്ങളിൽ പങ്കുചേർന്ന് ദുഃഖത്തിൽ പങ്കുചേർന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് കാലഘട്ടങ്ങൾ മാറി നമുക്കറിയാം. ഇന്നിപ്പോൾ നമ്മൾ കുടുംബങ്ങളിലേക്ക് വരുമ്പോൾ കുടുംബത്തിൽ മക്കളുടെ എണ്ണം പരിമിതപ്പെട്ടു. ഉള്ള മക്കൾ തന്നെയും നമുക്കറിയാം +1 +2 ഡിഗ്രി കഴിയുമ്പോഴത്തേക്കും നാടുവിടുകയാണ്, മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണ്. നമ്മൾ അല്ലെങ്കിലും കുടിയേറ്റക്കാരാണല്ലോ. ഇസ്രായേൽ ജനം കുടിയേറ്റക്കാരായിരുന്നു. നമ്മളും കേരളത്തിൻ്റെ തെക്ക് ഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ മലബാർ പ്രദേശങ്ങളിൽ വന്നവരാണ്. ഇന്ന് കുടുംബങ്ങളിൽ മക്കളുടെ എണ്ണം കുറവാണ്. 1 ഏറിയാൽ 2 കൊണ്ട് തൃപ്തിപ്പെടുന്ന കുടുംബങ്ങളാണ് അധികവും. വളരെ എക്സെപ്ഷണലായിട്ട് 3, 4, 5 മക്കളൊക്കെ ഉള്ള കുടുംബങ്ങളുണ്ട് എന്നുള്ളത് നിഷേധിക്കുന്നില്ല. അത് പ്രത്യേകമായ ദൈവാനുഗ്രഹം കൊണ്ടും കൃപ കൊണ്ടും ആടുമറിയ വിശ്വാസം കൊണ്ടൊക്കെ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ മക്കളിങ്ങനെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിൻ്റെ കാരണങ്ങൾ നമുക്കറിയാം. അവർക്ക് ഇവിടെ നിന്നാൽ അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ പഠിച്ചു ഉയരാൻ പറ്റുന്നില്ല. പഠനങ്ങളൊക്കെ പൂർത്തീകരിച്ചാലും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ജോലികൾ ലഭ്യമാകുന്നില്ല. നാട്ടിലാണെങ്കിൽ വർദ്ധിച്ചു വരുന്ന അരക്ഷിതത്വങ്ങൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ മക്കളെ പ്രേരിപ്പിക്കുകയാണ് പുറത്തേക്ക് കടക്കുവാനായിട്ട്. പോരെങ്കിൽ പുറമേ നിന്നുള്ള പ്രലോഭനങ്ങളും വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാതാപിതാക്കളെയൊക്കെ തൽക്കാലത്തേക്കാണെങ്കിലും മാറ്റിവെച്ചിട്ട് പുറത്തേക്ക് പോകുന്ന മക്കളുടെ എണ്ണം കൂടിക്കൂടിയാണ് വരുന്നത്. നമ്മുടെ പല കുടുംബങ്ങളിലും പ്രായമാറിയ മാതാപിതാക്കൾ ഇന്ന് തനിയാണുള്ളത്. കുടുംബങ്ങളിൽ ആരുമില്ലാത്ത അവസ്ഥയും കുടുംബങ്ങളിൽ കാണാൻ കഴിയും. റോഡിൽ കൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വീട് വാടകയ്ക്ക് എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും പലയിടത്തും. അതിനർത്ഥം അവിടെ നിന്ന് ആ കുടുംബം മൊത്തം മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറി എന്നുള്ളതാണ്. അവിടുന്ന് പോയി അവർക്ക് തന്നെത്താൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന അവസരത്തിൽ പ്രശ്നമില്ല. പക്ഷെ അവർ പ്രായത്തിൽ മുന്നോട്ട് വരുമ്പോൾ അവർക്ക് പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങൾ അവരെ അലട്ടുന്നുണ്ട്. അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ ആരുമില്ല. മക്കള് മറ്റു രാജ്യങ്ങളിലാണ്, അവരെ വിളിക്കുന്നുണ്ട്, പൈസ അയക്കുന്നുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അടുത്ത് നിന്ന് ആശ്വസിപ്പിക്കാനും ബലപ്പെടുത്തുവാനും അവിടെ കാര്യങ്ങൾ നോക്കാനും ഇല്ലാത്ത ഒരു സാഹചര്യം, ഇത് ഇന്നത്തെ ഒരു വലിയ പ്രശ്നമായി തീരുകയാണ് എല്ലാ കുടുംബങ്ങളിലും. ഈ മക്കൾ തന്നെ വർഷത്തിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമൊക്കെ വന്നാലും ഒരു മാസത്തും ഒക്കെ അവർ വരികയുള്ളൂ. അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നു വരികയില്ല. മാതാപിതാക്കൾക്ക് ഇങ്ങനെ തങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല, സ്നേഹിക്കപ്പെടുന്നില്ല എന്നൊരു വികാരം വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രായമായി കഴിഞ്ഞാൽ അവർക്കൊന്ന് പൊതുസ്ഥലത്തേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുന്നില്ല, യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല.
ബന്ധപ്പെട്ടവരുടെ കുടുംബങ്ങളൊക്കെ നടക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, പൊതുപരിപാടികൾക്ക് പോകാൻ സാധിക്കുന്നില്ല. പരിമിതപ്പെടുകയാണ് അവരുടെയൊക്കെ ജീവിതങ്ങൾ. ഇത് ഇന്ന് നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടും ഒപ്പം നമ്മുടെ സമൂഹം എന്ന നിലയിലും സഭ എന്ന നിലയിലും നമ്മളെ ശ്രദ്ധ പതിയേണ്ട മേഖലയാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് കുടുംബങ്ങളിൽ മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് താമസിക്കുകയാണെങ്കിലും ചില കുടുംബങ്ങളൊക്കെ മാതാപിതാക്കൾ ഏറെ വേദനിക്കുന്നുണ്ട്. മക്കൾ അവരുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല, താല്പര്യപൂർവ്വം അവരെ ശുശ്രൂഷിക്കുന്നില്ല, ഒരു അവഗണനയുടെ ഭാവങ്ങളുണ്ടാകുന്നു. അവരോട് താമസിക്കുന്നുണ്ട് എന്ന് പോലും ചിന്തിക്കാതെ മക്കളുടേതായ വഴിയിൽ കൂടെ പോകുന്ന കുടുംബങ്ങളുമുണ്ട്. ഇതിനൊക്കെ അപവാദമായിട്ട് മാതാപിതാക്കളും മക്കളും തമ്മിൽ, പ്രായമുള്ളവരും ചെറുപ്പക്കാരും തമ്മിൽ വളരെ സ്നേഹത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മകനും മരുമകളും, മകളും മരുമകനും ഒക്കെ ഉള്ള കുടുംബങ്ങളുണ്ടെന്നുള്ളതും നമുക്ക് വിസ്മരിക്കാൻ പറ്റുകയില്ല. ഒരു സമ്മിശ്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും. നമ്മുടെ കുടുംബങ്ങളെപ്പറ്റി ദൈവത്തിൻ്റെ ചിന്ത എന്താണ്? ആദ്യ മാതാപിതാക്കളായ ആദത്തെയും ഹവ്വായെയും ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയത് പ്രതീകാത്മകമായിട്ടാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു, ദൈവിക സാന്നിധ്യവും ഉണ്ടായിരുന്നായിട്ട് കാണാൻ കഴിയും. അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ ജീവിക്കണം, ആയിത്തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തിൽ. അതിന് അങ്ങനെയാണ് പരസ്പരം സ്നേഹിക്കുന്ന, ശാന്തമായ, പരസ്പരം പരിഗണനയുള്ള, കരുതലുള്ള കുടുംബങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മാറണം, ആയിത്തീരണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ. അതിനായിട്ടാണ് അവിടുന്ന് കുടുംബത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. നസ്രത്തിലെ തിരുക്കുടുംബം, ദിവ്യ ഈശോയും യോസേപ്പിതാവും പരിശുദ്ധ അമ്മയും അടങ്ങുന്ന കുടുംബം. പരിമിതികളേറെ ഉണ്ടായിരുന്നു, പക്ഷെ ആ പരിമിതികളുടെ നടുവിലും അവർക്ക് സന്തോഷമായിരുന്നു. കഠിനമായി അധ്വാനിച്ചു അവർ, സഹനങ്ങളുണ്ടായിരുന്നു, പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ പരസ്പരമുള്ള സ്നേഹവും പരസ്പരമുള്ള സമർപ്പണവും പരസ്പരമുള്ള ആദരവും ആ കുടുംബത്തെ എത്ര ധന്യമാക്കി തീർത്തു. ഇപ്പം നമ്മുടെ കുടുംബത്തെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് ദൈവത്തിന് അതാണ്. പ്രിയമുള്ളവരെ, ഇപ്പം നമുക്ക് ഇന്ന് കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത് കാര്യം, നമ്മുടെ മാതാപിതാക്കളെ പറ്റി പറയുകയാണെങ്കിൽ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് അവർ മക്കളെ സ്നേഹിക്കണം. വല്യപ്പച്ചന്മാരും വല്യമ്മച്ചമാരും ഉള്ള കുടുംബത്തിൽ തന്നെ പറയുകയാണ്, ഈ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചമാരും മറ്റു മാതാപിതാക്കൾ മക്കളോടൊക്കെ സ്നേഹത്തോടെ പെരുമാറണം. പഴയ കാർക്കശ്യ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഇനി വിലപ്പോവുകയില്ല. സ്നേഹത്തോടുകൂടിയ സമീപനങ്ങൾ, സ്നേഹത്തോടുകൂടി അവസരോചിതമായി പറഞ്ഞു കൊടുക്കുന്ന തിരുത്തലുകൾ, അതൊക്കെയാണ് ഇന്നത്തെ കുടുംബത്തിന് മുതൽക്കൂട്ടായിട്ട് നിൽക്കേണ്ടത്. ഓരോ മകനെയും മകളെയും മാതാപിതാക്കൾ അവരായിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊള്ളണം. അവരുടെ ഇടയിൽ ഒരു ചേരിതിരിവ് വരുത്താതിരിക്കുന്ന നല്ലത്, നിഷ്പക്ഷമായ സ്നേഹം. പക്ഷെ അതേ സമയത്ത് തന്നെയും ഓരോ മകനും മകളും വ്യത്യസ്തരാണ്. അവരുടെ വ്യത്യസ്തതയും കണക്കിലെടുത്ത് വ്യത്യസ്തമായ രീതിയിൽ തന്നെ അവരോട് ഇടപെടുവാൻ മാതാപിതാക്കൾക്ക് കഴിയും. അത് നമ്മുടെ ജീവിത അനുഭവമാണല്ലോ, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കുട്ടികളുടെ കഴിവുകളെ ആദരിക്കാൻ സാധിക്കണം, പ്രോത്സാഹിപ്പിക്കണം, അവരെ അനുമോദിക്കണം, അംഗീകരിക്കണം. ഇതൊക്കെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. തിരുവചനം പറയും, കുട്ടികളെ പ്രകോപിപ്പിക്കരുത് മാതാപിതാക്കൾ. മോശമായ വാക്കുകളിലൂടെയും പദപ്രയോഗങ്ങളിലൂടെയൊക്കെ പ്രകോപിപ്പിക്കരുത്. ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനത്തിന് അവിടെ പോയപ്പോൾ ഒരു ചെറുപ്പക്കാരുമായിട്ട് കൗൺസിലിംഗ് നടത്തിയപ്പോൾ അവനും അവൻ്റെ അപ്പനുമായിട്ട് വലിയ അകൽച്ചയിലാണ്. അപ്പനോട് ഞാൻ സംസാരിച്ചു, മകനോട് ഞാൻ സംസാരിച്ചു. മകനോട് അപ്പനുമായിട്ട് രമിതപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ആ മകൻ പറഞ്ഞ വാക്ക് ഞാൻ ഓർക്കുകയാണ്. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഒരിക്കൽ പോലും മോനെ എന്ന് വിളിച്ചിട്ടില്ല. എടാ, വാടാ, പോടാ എന്നല്ലാതെ മോനെ എന്നോട് സംസാരിച്ചിട്ടില്ല. നമുക്ക് മക്കൾ തന്നെയാണ്. അവരോട് സ്നേഹപൂർവ്വം ഇടപെടേണ്ടത് ആവശ്യമാണ്. തെറ്റുകൾ തിരുത്തി കൊടുക്കണം. എപ്പോഴും അവരുടെ കാര്യത്തിൽ കയറി ഇടപെടരുത്. പ്രത്യേകിച്ച് നമ്മൾ പ്രായപൂർത്തിയായ മക്കളൊക്കെ ആകുമ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കണമെന്ന് ഞാൻ പറയാതെ തന്നെ മാതാപിതാക്കൾക്കറിയാം. എത്രയോ മാതാപിതാക്കൾ അതൊക്കെ മുൻകൂട്ടി കണ്ട് ഉത്തരവാദിത്തങ്ങളൊക്കെ മക്കളെ ഏൽപ്പിക്കുന്നു. വസ്തുവകകൾ മക്കളുടെ ഇടയിൽ ഭാഗിച്ചു കൊടുക്കുന്നു. ന്യായമായിട്ട് അവരധ്വാനിച്ച് വളരട്ടെ എന്ന ചിന്തയിലൂടെ അവരുടെ കാര്യത്തിൽ നമ്മൾ കയറി ഇടപെടാൻ പാടില്ല. അവർ ചെയ്യട്ടെ.
വല്ലപ്പോഴും നമ്മൾ നന്മയൊക്കെ നല്ല കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക, അത് ചെയ്താൽ മതി. നമ്മുടെ സ്വഭാവം എല്ലാം അതേപടി അവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. നമ്മൾ കർക്കശമുള്ളവരും ഭയങ്കര നിഷ്ഠയുള്ളവരാണെങ്കിൽ അത് മക്കളിലും അതുപോലെ വരണമെന്ന് ആഗ്രഹിക്കുന്നത് ശരിയല്ല. ഇനി മക്കളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മക്കൾ ഏത് നിലയിലെത്തിയാലും മാതാപിതാക്കളോട് ആദരവോടും സ്നേഹത്തോടും കൂടി പെരുമാറുവാൻ കഴിയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരെ സ്നേഹിക്കണം, അവരെ മാതാപിതാക്കളായിട്ട് തന്നെ കരുതണം. പ്രത്യേകിച്ച് നമുക്കറിയാം, പഴയ കാലഘട്ടങ്ങളൊക്കെ മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികളുണ്ടാകാം. ഇനി വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെയും നൈസർഗികമായ അവരുടെ ചില പ്രത്യേകതകൾ കാരണം മക്കളും മാതാപിതാക്കളും തമ്മിൽ സ്നേഹത്തിന് കുറവൊക്കെ വരാം. പക്ഷെ മക്കൾ ഇന്നത്തെ കാലത്ത് കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരും പുതിയ മേഖലകളിൽ വ്യാപരിക്കുന്നവരൊക്കെ ആകുമ്പോൾ മാതാപിതാക്കളെ അവർ സ്നേഹിക്കണം. അവരായിരിക്കുന്ന നിലയിൽ അവർ ഉൾക്കൊള്ളണം. പരിമിതികളോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കണം. നമുക്കെല്ലാം കഴിയും, നമ്മൾ അവരെ അവഗണിച്ച് മാറ്റരുത്. നമുക്കെല്ലാം കഴിയുമെന്ന ചിന്തയിൽ പോകരുത്. അവരോട് സ്നേഹത്തോടുകൂടി അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കണം. കുടുംബത്തിൽ താമസിക്കുന്ന അപ്പനും അമ്മയും അറിയാതെ മക്കൾ മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുമ്പോൾ തങ്ങൾ അവഗണിക്കപ്പെടുന്നല്ലോ എന്ന ഒരു ചിന്ത, എന്നൊരു വിഷമം മാതാപിതാക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മക്കൾ അത് അറിഞ്ഞ് സ്നേഹപൂർവ്വം അവരോട് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അഭിപ്രായങ്ങൾ ചോദിക്കണം, സ്നേഹത്തോടെ അവർ വർത്തിക്കണം. അവരുടെ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് അതൊക്കെ ഒരു പരിധിവരെയെങ്കിലുമൊക്കെ നിവർത്തിച്ചു കൊടുക്കുവാൻ മക്കൾക്ക് സാധിച്ചാൽ ഉപകാരപ്രദമായിരിക്കും എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളവരെ സ്നേഹിക്കണം, നമ്മുടെ കഴിവിനനുസരിച്ച് ശുശ്രൂഷിക്കണം. ഒരിക്കലും അവരെ അപമാനിക്കുന്ന, വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഒന്നും വരാതിരിക്കുന്നതാണ് നല്ലത്. ഈ അവസരത്തിൽ ഞാൻ നമ്മൾ പ്രഭാഷകന്റെ പുസ്തകത്തിലെ 1-2 വചനം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിപ്രകാരമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ 3 മുതൽ 4 വരെയുള്ള വാക്കുകൾ വായിച്ചാൽ പറയുകയാണ്: പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകത്തിൽ തന്നെ 5 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ നമ്മളോട് മാതാപിതാക്കളുടെ മക്കൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റി സൂചിപ്പിക്കുകയാണ്. 1-2 വചനങ്ങൾ കൂടി ഞാൻ വായിച്ചു കൊള്ളട്ടെ. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലപ്പെടുത്തും, അമ്മയുടെ ശാപം അവരുടെ അടിത്തറ ഇളക്കും. മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക, മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ മക്കൾ എപ്പോഴും മാതാപിതാക്കളോട് കരുതലുള്ളവരാകണം. നമ്മുടെ കുടുംബങ്ങളിലെ പ്രായമേറിയ മാതാപിതാക്കൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ പല ഇതര സംവിധാനങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. സഭയും രാഷ്ട്രവും ഒക്കെ പ്രായമുള്ളവർക്ക് പ്രത്യേക ഭവനങ്ങളൊക്കെ നിർമ്മിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒത്തിരിയേറെ മാതാപിതാക്കൾ അവിടെ അഭയം തേടുന്നുണ്ട്. മക്കളാണെങ്കിലും അവിടെ മാതാപിതാക്കളെ കൊണ്ടാക്കുന്നുമുണ്ട്. അത് നമ്മൾ ഏറ്റവും അഭിലഷിക്കേണ്ട ഒരു കാര്യമല്ല. നിവൃത്തിയുള്ളിടത്തോളം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകണം. ഇനി മക്കൾ ആരുമില്ല, മാതാപിതാക്കൾ മാത്രമേ ഉള്ളെങ്കിൽ അവരെ പരിചരിക്കുവാൻ നോക്കുവാൻ പറ്റുന്ന ആളുകൾ നമ്മൾ അവിടെ നിയമിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇടവക സമൂഹവും മറ്റ് സഭാ സംവിധാനങ്ങളൊക്കെ ഈ മാതാപിതാക്കളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തിൽ. മക്കളെ സംബന്ധിച്ചിടത്തോളം കർത്താവായ ഈശോയുടെ മാതൃക പ്രധാനപ്പെട്ടതാണ്. ലൂക്കായുടെ സുവിശേഷം 2:52 നമ്മൾ വായിക്കുന്ന പോലെ ഈശോ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു വന്നു. ലൂക്കായുടെ സുവിശേഷം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിലെ 39-ാമത്തെ വചനം, പരിശുദ്ധ അമ്മ ഈശോയുടെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്, നിന്റെ ചാർച്ചക്കാരി എലിസബത്തിന് ഇത് 6-ാം മാസമാണ്. ഈ വാർത്ത അറിഞ്ഞ പരിശുദ്ധ അമ്മ എന്താ ചെയ്ത്? തിടുക്കത്തിൽ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ശുശ്രൂഷിക്കാനായിട്ട്. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ മനോഭാവം നമുക്ക് മക്കൾക്കുണ്ടാകണം, ഒപ്പം മറ്റുള്ളവർക്കും ഉണ്ടാകണം. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രയാസങ്ങളായിരിക്കുന്ന മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ
സ്നേഹിക്കാൻ പോകുന്ന ഒരു മനസ്സ്. ഇപ്പം നമ്മുടെ സാന്നിധ്യവും നമ്മുടെ ശുശ്രൂഷകളൊക്കെ അവർക്ക് ഒത്തിരി ഉപകാരപ്രദമായിരിക്കും. ഒപ്പം ഞാൻ ഓർക്കുകയാണ്, നമ്മൾ തോബിത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ, തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ തോബിത്ത് തൻ്റെ മകൻ തോബിയാസിന് കൊടുക്കുന്ന ഉപദേശമാണ്, പ്രധാനപ്പെട്ടതാണ്. അവിടെ പറയുന്ന 4-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനമായിട്ട് പറയാണ്. അവിടെ പറയുന്നു, തൻ്റെ അമ്മയോട് ഉണ്ടായിരിക്കേണ്ട മകൻ്റെ ഉത്തരവാദിത്തത്തെ പറ്റി സൂചിപ്പിക്കുകയാണ്. മകനെ, നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങളെ നേരിട്ടിട്ടുണ്ടെന്ന് ഓർക്കണം. സ്വല്പം മുൻകൂട്ടി വായിച്ചാൽ തോബിത്ത് 4:3 പറയാണ്, അവൻ മകനെ വിളിച്ചു പറഞ്ഞു, മകനെ, ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക. നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം. അമ്മയുടെ ഹിതം നോക്കണം. ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. കാരണം നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് ഓർക്കണം. മരിക്കുമ്പോൾ അവളെ എനിക്ക് സമീപം അതേ ശവകുടീരത്തിൽ സംസ്കരിക്കണം. അപ്പൻ മകനോട് പറയുന്ന ഉപദേശമാണ്. അപ്പോൾ ആ നല്ല ഉപദേശങ്ങൾ കൊടുത്ത് പിതാക്കന്മാരുടെ ഉപദേശം സ്വീകരിച്ച മക്കളും മാതാപിതാക്കളോട് നന്നായിട്ട് പെരുമാറുന്ന, ഇടപെടുന്ന ഒരു ജീവിതക്രമം, അത് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണെന്ന് പറയാൻ ഞാൻ കൂടി ആഗ്രഹിക്കുകയാണ്. വീണ്ടും തോബിത്തിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഈ 10-ാം അധ്യായത്തിൽ പറയുന്ന ഒരു ഏതാനും വചനം മനോഹരമാണ്. അവൻ പുത്രിയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. അവരാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ. നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കാൻ എനിക്ക് ഇടവരട്ടെ. പ്രിയമുള്ളവരെ, മാതാപിതാക്കളെ നമ്മൾ പ്രായമേറിയവരെ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു. കാരണം അവരൊത്തിരി അനുഭവ സമ്പത്തുള്ളവരാണ്. ഒരുപക്ഷെ കോളേജുകൾ പഠിച്ച് ഡിഗ്രികളൊന്നും അധികമൊന്നും സമ്പാദിച്ചിട്ടില്ലെങ്കിലും ജീവിതമാകുന്ന വിദ്യാലയത്തിൽ അനുഭവങ്ങളിലൂടെ കടന്നുപോയി വലിയ അനുഭവ സമ്പത്തുള്ളവരാണ്. ആ അനുഭവം എപ്പോഴും നമുക്ക് മുതൽക്കൂട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ നല്ല ഉപദേശങ്ങൾ ഉൾക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ചുരുക്കത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ അംഗങ്ങൾ കുറഞ്ഞു വരുന്നു. കുടുംബങ്ങളിൽ പ്രായമേറിയവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അവർ തനിയെ മാത്രമാകുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ പറ്റി കരുതലുള്ളവരായി, അവരെ സ്നേഹിച്ച്, അവരുമായി നല്ല സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിച്ച്, അവരെപ്പറ്റി ശ്രദ്ധാലുക്കളായി ജീവിക്കുന്ന മക്കൾ ഉണ്ടാകണമെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ സന്തോഷകരമായിരിക്കും. പ്രായമേറിയ അപ്പച്ചൻ്റെയും അമ്മച്ചിൻ്റെയും അനുഗ്രഹം മക്കളുടെ കുടുംബജീവിതത്തിൻ്റെ അടിത്തറയ്ക്ക് ബലം കൂട്ടും എന്ന പ്രഭാഷണ വചനം കൂടി നമുക്ക് ഓർക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. Thank you.